ലച്ചുവിനെ ചേർത്ത് പിടിച്ച് പതിയെ ബെഡിൽ കിടത്തിയ അൽത്താഫ് പിന്നെ ആ മുഖം മുഴുവൻ ചുണ്ടമർത്തി ഉമ്മിനീര് പടർത്തി അവൻ മുഖത്തിന്റെ ഓരോ കോണും ആസ്വദിച്ച് നുണഞ്ഞു ചുംബിച്ചു. ലച്ചുവിനെ ചുറ്റിപ്പിടിച്ച് അവളെ അല്പം മുന്തി നിൽക്കുന്ന വയറ് അവന്റെ ദേഹത്ത് ചേർന്നിന്ന് അവൻ ആ ഉണ്ണി വയറിൽ അപ്പോഴേക്കും തലോടി. ഒടുവിൽ ആ ചുണ്ടിൽ അവന്റെ ചുണ്ടെന്ന് ഉരസി മാറി ലച്ചുവിനെ അവൻ ചേർത്ത് പിടിച്ചു. അവന് നുണഞ്ഞു തുടങ്ങി. അവൾ ഒരു മൂളിൽ പുറത്തേക്ക് വന്ന നിമിഷം അവന്റെ കൈകൾ ആ മൃദുലതയെ പൊതിഞ്ഞു പിടിച്ച് അമർത്തി. ലച്ചു പിടഞ്ഞു. ഏറെ നേരത്തിന് ശേഷം അവൾക്ക് ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ട് തോന്നുന്നു എന്ന് തോന്നിയപ്പോഴാണ് അവൻ ആ ചുണ്ടും നാവും സ്വതന്ത്രമാക്കിയത്. കഴുത്തിൽ മുഖം അമർത്തി നാവും ചുണ്ടും കൊണ്ട് പരതുമ്പോൾ തന്നെ ലച്ചു ഇട്ടിരുന്ന ലൂസ് പെനിയൻ അവൻ ഊരി മാറ്റിയിരുന്നു. ലച്ചു പിടഞ്ഞു മാറാൻ ശ്രമിച്ചെങ്കിലും അൽത്താഫ് വിട്ടില്ല. ഒന്നും ചെയ്യില്ല, വെറുതെ ഇങ്ങനെ കിടന്നാൽ മതി, ഇങ്ങനെ പിടയല്ലേ പാത്തുമോ, നമ്മുടെ ഭാവിക്ക് നോകൂടി. ആ മാറിൽ മുഖം പൂഴ്ത്തി പറയുമ്പോൾ ലച്ചു അവനെ തന്നിലേക്ക് ചേർത്ത് അമർത്തി പിടിച്ചു. വെറുതെ കിടന്നാൽ മതി എന്ന് പറഞ്ഞവന്റെ ചുണ്ടും നാവും കൈയും ഒട്ടും വെറുതെ ഇരുന്നില്ല. മണിക്കൂറുകൾ കഴിഞ്ഞ് രാത്രി ആഹാരം കഴിക്കാനാണ് അൽത്താഫ് ലച്ചുവുമായി റൂമിന് പുറത്തു വന്നത്. ഇത്ര നേരം കിടന്നുറങ്ങിയ മുളങ്ങിയ ജമീല ലച്ചുവിന്റെ ചുവന്ന് തൊടുത്ത മുഖത്തേക്ക് നോക്കി ചോദിച്ചു. അത് പിന്നെ ഉമ്മി, ഞാൻ പറഞ്ഞതാ ഉമ്മി, ഉറങ്ങണ്ട, പുറത്തിറങ്ങി കുറച്ചു നേരം നടക്കാമെന്ന്. അപ്പോ ഞാൻ ഉറങ്ങുന്നോണ്ട് അവൾക്ക് ഉറങ്ങണമെന്ന് ലച്ചു പറയാമെന്നത് പറയിക്കാതെ അൽത്താഫ് ഇടയ്ക്ക് കയറി പറഞ്ഞു. ഇനിയിപ്പോ രാത്രി ഉറക്കം കിട്ടുമാവോ? ജമീല ലച്ചുവിനും പത്തിരിയും മുട്ടക്കറിയും കൂട്ടി വായിൽ വെച്ച് കൊടുക്കുന്നതിനിടയിൽ പറഞ്ഞു. ഇതൊക്കെ കേട്ടു മിണ്ടാതിരുന്ന് കഴിക്കുകയാണ് ഇബ്രാഹിമും നാസറും. അവർക്ക് വിളമ്പിക്കൊടുത്തുകൊണ്ട് ഐഷുമയും. അൽത്താഫിനെ കൂർപ്പിച്ച് നോക്കിയ ലച്ചുവിനെ നോക്കി കണ്ണ് ചിമ്മി അവൻ എഴുന്നേറ്റു. ഒപ്പം ഇബ്രാഹിമും. എടാ മക്കളെ, നീ ഒന്ന് നിന്നേ. കൈ കഴുകിട്ട് ഹാളിലേക്ക് നടന്ന അൽത്താഫിനെ ഇബ്രാഹിം വിളിച്ചു. അവൻ അയാൾക്കരികിൽ വന്ന് സെറ്റിയിലിരുന്നു. അതെ, ഈ മുറി അടച്ചും പൂട്ടി നീ മുറങ്ങി ആ കൊച്ചിനെയും മുറക്കിയല്ലടാ. അതെ, ഉപ്പുപ്പാന്റെ പൊന്നുമോന്ന് ഓർത്തോണം. ആ പെൺകൊച്ചിപ്പോ ഏതവസ്ഥയിലാണെന്ന്. എന്റെ കൊച്ചിനെ കൂടുതൽ ബുദ്ധിമുട്ടിക്കരുത്, കള്ളത്തിരുമാലി. അയ്യേ ഈ ഉപ്പുപ്പ, എനിക്കറിയില്ലേ എന്റെ പെണ്ണിന്റെ അവസ്ഥ. അൽത്താഫ് അയാളെ നോക്കി കണ്ണോട്ടി പറഞ്ഞു. അറിഞ്ഞാൽ നിനക്ക് കൊള്ളാം, ഇല്ലെങ്കിൽ നീ കൊള്ളും. പറഞ്ഞിട്ട് ഒരാക്കിച്ചിരിയുടെ പിന്നിൽ കൈയും കെട്ടി നടക്കാനായി അയാൾ മുറ്റത്തേക്ക് ഇറങ്ങി. ചേ, ആകെ നാണക്കേട്. കുനിഞ്ഞിരുന്ന ചിരി കടിച്ചു പിടിച്ചു അൽത്താഫ്. അലുസേ. അൽത്താഫിന്റെ അരികിൽ വന്നിരുന്ന് ലച്ചു. അവൻ മുഖമുയർത്തി അവളെ നോക്കി. ആ മുഖമാകെ തുടുത്തുലർന്ന ചെമ്പനി നീർപ്പൂ പോലെയായിരുന്നു കാണാൻ. അവന് വീണ്ടും കൊതി തോന്നി ആ പെണ്ണിനോട്. അവളെ തുടുത്തുലർന്ന ആ ചുണ്ടുകളോട്. ചുറ്റിനെ നോക്കി ആരുമില്ലെന്ന് ഉറപ്പായ നിമിഷം അവളെ കോരിയെടുത്ത് റൂമിലേക്ക് പോയി അൽത്താഫ്. കിച്ചൺ വാതിന് അരികിൽ നിന്ന് ആയിഷുമയും ജമീലയും ചിരി അടക്കി റൂമിലേക്ക് കയറി. എന്താണ് എന്റെ ജമി ഒരു കളച്ചിരിയൊക്കെ? ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വന്ന നാസർ അവളെ പിന്നിൽ നിന്ന് പുണർന്ന് ചോദിച്ചു. ഏയ് ഒന്നുമില്ലാതെയാണോ ഈ കള്ളച്ചിരി? അവളെ ചേർത്ത് പിടിച്ച് ബെഡിലേക്ക് ഇരുന്ന് നാസർ. ഇനി പറയേ, എന്തെങ്കിലും ഓർത്ത് ചിരിക്കാൻ? അത് വേറൊന്നുമല്ല, അല്ലുവിന്റെ കള്ളത്തരം ഓർത്ത് ചിരിച്ചതാണ്. അവനെന്ത് കള്ളത്തരം ചെയ്തു? നാസർ ജമീലയെ നോക്കി. അതിലേക്കോ? ഇപ്പോ കഴിച്ചിട്ട് ഹാളിൽ ഇരിക്കുമ്പോഴാണ് അല്ലുവിന്റെ അടുത്ത് വന്ന് ലച്ചു വരുന്നത്. ആ ചെക്കനുണ്ടല്ലോ, ചുറ്റിനും ഒന്ന് നോക്കിയിട്ട് കൊച്ചിനെ പൊക്കിയെടുത്ത റൂമിലേക്ക് ഒരൊറ്റ പോക്ക്. നോക്കുമ്പോൾ മുഖത്താക്കി കള്ള ലക്ഷണം. അതെ, അവൻ വല്ലപ്പോഴും ഒന്ന് കള്ളത്തരം കാണിച്ചിട്ട് എന്റെ ഭാര്യയെ. ജമീലയും കൊണ്ട് ബെഡിലേക്ക് മറയുമ്പോൾ നാസർ പറഞ്ഞു. അവളെ അടക്കി പിടിച്ച് ചിരി കവർന്നെടുത്തു അയാൾ. ലച്ചു മോളെ. ജമീല ലച്ചുവിനെ വിളിക്കുന്ന കേട്ടാണ് ആയിഷമ്മ മുറിയിൽ നിന്നും ഇറങ്ങി വന്നത്. അപ്പോഴാണ് ഹാളിലിരിക്കുന്ന സുർമിയയും റഷ്യയും കണ്ടത്. നേരത്തെ റഷ്യയെ കണ്ടില്ലെങ്കിലും അൽത്താഫ് പറഞ്ഞിരുന്നത് കൊണ്ട് അവർക്ക് മനസ്സിലായിരുന്നു. എപ്പോ വന്ന മക്കളെ നിങ്ങൾ? ഇപ്പൊ വന്നിട്ടേ ഉള്ളൂ ജമി ആന്റി, കണ്ടു. ലച്ചുവിനെ വിളിക്കാൻ പോയതാണ്. ഓ, അതാണ് ശബ്ദം കേട്ടത്. സാധാരണ ജമീല കൊച്ചിനെ ഇങ്ങനെ വിളിച്ചുണർത്തില്ല, അതാ ഞാൻ പെട്ടെന്ന് എഴുന്നേറ്റ് വന്നത്. ആ ദാ വന്നല്ലോ. വീർത്ത വയറിൽ കൈ താങ്ങി പതിയെ നടന്നു വരുന്ന ലച്ചുവിനെ ചീറ്റോടെ നോക്കിയിരുന്നു സുർമിയ റഷ്യയും. പതിയെ വാ മോളെ, ആയിഷുമ പറഞ്ഞു കേട്ട് അവളെ നോക്കിയിരുന്ന ഋഷി സുർമിയെ ചേർത്ത് പിടിച്ചു. ഞാൻ എൻ്റെ കൂടെ എന്ന പോലെ. നല്ല ലൂസ് ഇറക്കമുള്ള ബനിയനും പലാസയും ആയിരുന്നു ലച്ചുവിന്റെ വേഷം. അധികമായി തടിക്കുകയോ അമിത വയറോ ഒന്നുമില്ല, അല്പം മാത്രം. മുഖത്തിന് ശരീരത്തിനും പിന്നുള്ളത് നന്നായി നിറം മങ്ങിപ്പോയി. വാ ലച്ചു. അടുത്തേക്ക് വന്ന ലച്ചുവിനെ സുർമി തന്റെ അടുത്ത് പിടിച്ചിരുത്തി. സുഖാണോ അലുസിന്റെ കുഞ്ഞിപ്പാത്തമ്മയ്ക്ക്? സുർമി ചോദിക്ക് പതുക്കെ ചിരിച്ചു ലച്ചു. എന്റെ ലച്ചൂട്ടി, കഴിഞ്ഞ 8-9 വർഷമായിട്ട് ഡെയിലി ഒരു പ്രാവശ്യമെങ്കിലും നിന്റെ അലുസിൽ നിന്ന് കേൾക്കുന്ന പേരാണ് കുഞ്ഞിപ്പാത്തമ്മ എന്നത്. ഫോട്ടോയിൽ കണ്ടിട്ടുണ്ടെന്നല്ലാതെ നേരിട്ട് ആദ്യമായിട്ടാണ് നമ്മൾ കണ്ടത്. സുറുമി ചിരിയോടെ പറയുന്ന കേട്ടാണ് ജമീല ചായയും പലഹാരങ്ങളും ഒക്കെ കൊണ്ടുവന്ന് വെച്ചതും. അതൊക്കെ ഐഷുമയും ജമീലയും സ്നേഹത്തോടെ തന്നെ സുറുമിയെയും റഷ്യയും കഴിപ്പിച്ചു. ഇപ്പൊ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ലച്ചുവിന്? ഇല്ല ചേച്ചി, ഒന്നുമില്ല. പക്ഷേ എന്റെ വേഗത്തിലൊന്ന് നടക്കാൻ പോലും ഈ ഉമ്മയും സമ്മതിക്കുന്നില്ല. ലച്ചു ജമീല തോളിൽ ചാഞ്ഞിരുന്ന് പരാതി പറഞ്ഞു. അതൊക്കെ ഒരു ഭാഗ്യമാണ് ലച്ചു മോളെ. വീട്ടുകാരുടെ കരുതലും സ്നേഹവും ഒക്കെ കിട്ടുക എന്ന് പറഞ്ഞല്ലാതും ഈ അവസ്ഥയിൽ അത് എത്ര ഭാഗ്യാണെന്നറിയോ? സുറുമിയെ ചേർത്ത് പിടിച്ച ഋഷി പറഞ്ഞു. എനിക്കറിയാലോ. ആ രമ്യയുടെ മുഖമുയർത്തി ജമീലയുടെ കവിളിൽ ചുണ്ടു ചേർത്തു ലച്ചു.
ഇപ്പോൾ 7 മാസമായില്ലേ ലച്ചു? ഇന്നലെ തികഞ്ഞ ചേച്ചി. എനിക്കിപ്പോൾ 7 തന്നെയാണ്. നിങ്ങളെക്കാൾ ദിവസങ്ങൾ പിന്നിൽ അത്രയുള്ളൂ. നിങ്ങളത് എപ്പോ എത്തി? ഒന്ന് പറഞ്ഞു പോലും ഇല്ലല്ലോ. ഋഷി അൽത്താഫ് ഹാളിലേക്ക് കയറി വന്ന് ചോദിച്ചുകൊണ്ട് ലച്ചുവിന്റെ അരികിലിരുന്നു അവളുടെ തോളിൽ കൈയിട്ട് ചേർത്ത് പിടിച്ചു. അതൊരു സർപ്രൈസ് ആവട്ടെ എന്ന് കരുതി അതാ, ഋഷിയും പറഞ്ഞു. പിന്നെ കാര്യങ്ങളും പറഞ്ഞിരുന്ന് രാത്രി ഫുഡൊക്കെ കഴിച്ചിട്ടാണ് ഋഷിയും സുറുമയും പോയത്. ലച്ചു ഇപ്പോഴും അന്ന് കണ്ടതുപോലെ തന്നെയുണ്ട്. ഋഷി താനോ? നോക്കിക്കേ, വണ്ണം വെച്ച് കവളൊക്കെ ചേർത്തു. അതൊക്കെ ഡെലിവറി കഴിയുമ്പോൾ ശരിയാകും. ലച്ചു വണ്ണം വെക്കാത്തത് ഫുഡിലെ നിയന്ത്രണവും ഒക്കെ അൽത്താഫ് പറഞ്ഞ് നിനക്കറിയില്ലേ? ആ ശരിയാണ്, വയർ ഒരുപാട് വലുതാകുന്നത് അവന് പേടിയാണ്. ഒരുപാട് സർജറി ഒക്കെ വയറിൽ ചെയ്തതല്ലേ. എന്തായാലും 7 കഴിഞ്ഞില്ലേ. ഇനി ഒരു 30 ദിവസം കൂടെ അവളെ പടച്ചം കാക്കട്ടെ. ഈ ഒരു കുറവും പറഞ്ഞ് 14 വയസ്സ് മുതൽ 20 വയസ്സ് വരെ അതെന്തോരം സഹിച്ചു. അല്ലു അവളെ കെട്ടിയ ശേഷവും ആ നസീമാൻറ്റി അവളെ ദ്രോഹിച്ചില്ലേ. ഇപ്പോഴും തക്കം പാർത്തിരിപ്പാണ് അവൾക്ക് നേരെ ചാടി വീഴാൻ. ഉപ്പൂപ്പനെ പേടിച്ചാണ് അങ്ങോട്ട് പോകാതെ നിൽക്കുന്നത്. ഒക്കെ ശരിയാകുമായിരിക്കും. ഋഷി പറഞ്ഞതിനെ മോളിക്കൊണ്ട് അവന്റെ തോൾ ചാഞ്ഞു കിടന്ന സുറുമി, ആ വിജയൻസിന് ആക്സിഡന്റ് ആയെന്ന് പറഞ്ഞ സത്യമാണല്ലോ. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഒരു ദിവസം രാത്രി ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഉമ്മർത്ത് 3 ആളും കൂടെ ഇരിക്കുമ്പോഴാണ് നാസർ അൽത്താഫിനോട് ചോദിച്ചത്. പിന്നെ അത് സത്യമാണ്. അതുമല്ല, കഷ്ടം, 2 കാലം മുറിച്ചു മാറ്റി എന്റെ പാത്തുനെ അയാളുടെ മുന്നിൽ കൊണ്ടു നിർത്തി. എന്റെ കുഞ്ഞിനെ കൂടി അയാളെ കാണിക്കേണ്ടതാണ്. പക്ഷേ എത്ര ശത്രു ആയാലും ഇതൊന്നും കാണാൻ സഹിക്കാനും എന്റെ പാത്തുവിന് കഴിയില്ല. അതുകൊണ്ടാണ് ഞാൻ ചെയ്യാത്തത്. പകിയുടെ അൽത്താഫ് മുരണ്ടു. മനോജ് കൊണ്ടുപോകുമെന്ന് തോന്നുന്നു, ഇബ്രാഹിം പറഞ്ഞു. അല്ലാതെ എന്ത് ചെയ്യും? ഇനി ഇവിടെ എങ്ങനെ കഴിയും? ആ സ്ത്രീയും എന്തൊക്കെ മാനസിക പ്രശ്നങ്ങൾ കാണിക്കുന്നുണ്ടെന്ന്. ആരാ അല്ലു? ആ ശോഭയോ? ഇബ്രാഹിമിന്റെ ചോദ്യത്തിന് അല്ലു ഒന്ന് മോളി. നീ ചെല്ലും മോള്, കാത്തിരിപ്പാവും. 4-5 ദിവസമായിട്ട് നിനക്കും ഇതിൽ തിരക്കലേ. എല്ലാം നോതുക്കി ഉപ്പൂപ്പ. ഇനി 2 ആഴ്ചയല്ലേ ഉള്ളൂ ഡെലിവറിക്ക്. അത് കഴിയും വരെ ഞാൻ അവളുടെ കൂടെ ഉണ്ടാകും. നീ ചെല്ലടാ, ഞങ്ങളും കിടക്കാൻ പോവാ. നാസറും ഇബ്രാഹിമും അവനൊപ്പം എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു. അൽത്താഫ് റൂമിൽ ചെല്ലുമ്പോൾ ലച്ചു ഉറക്കമായി കഴിഞ്ഞിരുന്നു. ബെഡിൽ ഒരു വശം ചെരിഞ്ഞ് വയറിൽ കൈകൊണ്ട് പൊതിഞ്ഞു പിടിച്ച് സുഖമായി ഉറങ്ങുന്നുണ്ട്. അടുത്ത് വന്നിരുന്ന് അടങ്ങാത്ത പ്രണയത്തോടെ അവളെ ഉറ്റുനോക്കിയവൻ, ബാപ്പിയുടെ പൊന്ന് വേഗം വന്നേ. അമ്മ ഒട്ടും നോവിക്കില്ല പൊന്നെ. ഒത്തിരി വേദന സഹിച്ചതാണ്. ഇനി നോവിക്കല്ലേ. പാവാണ് എന്റെ പാത്തുമ്മ. വാത്സല്യത്തോടെ മുഖം പൊഴുത്തി ആ വീർത്തുന്തിയ വയറിൽ ഉമ്മ വെച്ച് അവൻ പറഞ്ഞു. അതിലേറെ സ്നേഹത്തോടെ പ്രണയത്തോടെ വാത്സല്യത്തോടെ ഉയർന്നു വന്ന് അവളെ നെറ്റിൽ ഉമ്മ വെച്ചു അൽത്താഫ്. ഇഷ്ടായോ പാത്തുമ്മ? വൈകിട്ട് അക്ബർ ലച്ചുവിനെ കാണാൻ വന്നപ്പോൾ അവൾക്കും ഇഷ്ടപ്പെട്ട പത്രിയും ബീഫ് ഫ്രൈയും ചിക്കൻ പരട്ടിയതും പിന്നെ കൊത്തു പൊറോട്ടയും ഒക്കെ വാങ്ങിക്കൊണ്ടാണ് വന്നത്. അതൊക്കെ ആവേശത്തോടെ കഴിക്കുകയാണ് ലച്ചു. അത് കണ്ടാണ് താടിയിൽ കൈയും വെച്ചിരുന്ന അൽത്താഫ് ചോദിച്ചത്. ഇതേ അവസ്ഥയിൽ തന്നെ മറ്റ് 4 പേരും ഇരിക്കുന്നുണ്ട്. അധികം ഫുഡൊന്നും കഴിക്കാത്തവളാണ്. ഇപ്പൊ 2 ദിവസമായി ഓരോന്നും പുറത്തുനിന്ന് പറഞ്ഞു വിട്ട് വാങ്ങിപ്പിക്കും. പോരാത്തത് ജയമീലായ ഐഷുമ്മയെ വീട്ടിലുണ്ടാക്കി കൊടുക്കും. പ്രസവം അടുത്തില്ലേ, ഇനി ഏറിയാൽ 10 ദിവസം. അതുകൊണ്ട് ചിലതൊക്കെ കഴിക്കാൻ കൊതി തോന്നും. അതിന് നീ ഇങ്ങനെ ഇരുന്ന് നോക്കണ്ട. ഐഷും അവനെ സമാധാനിപ്പിച്ചു. ചിക്കൻ പരട്ടി ഗ്രേവി ചുണ്ടിൽ പുരണ്ടിരുന്നത് നാവും നീട്ടി നുണഞ്ഞെടുത്തിട്ട് അൽത്താഫിനെ നോക്കി ഒരു ചിരി ചിരിച്ചു ലച്ചു. ആ ചിരി അതവന്റെ ആത്മാവോളം ആഴ്ന്നിറങ്ങി. എന്തിനെന്നറിയാത്ത കണ്ണൊന്ന് കലങ്ങി അവന്റെ. അപ്പോഴും കൊതിയോടെ ഓരോന്നും കഴിക്കുവായിരുന്നു ലച്ചു. അലുസേ, രാത്രി നല്ല ഉറക്കത്തിൽ കിടന്ന അൽത്താഫ് ലച്ചു വിളിക്കുമ്പോൾ തോന്നിയിട്ടാണ് ഞെട്ടി കണ്ണ് തുറന്നത്. അടുത്ത ആളില്ല. ഉറങ്ങുമ്പോഴും പൊതിഞ്ഞു പിടിച്ച് കിടന്നതാണ്. റൂമിൽ ലൈറ്റില്ല. ബാത്റൂമിൽ ലൈറ്റ് കണ്ട് അവൻ പിടഞ്ഞെഴുന്നേറ്റ് അങ്ങോട്ട് ഓടിച്ചെന്നു. ഒരു കൈ ചുമരിലും ഒരു കൈ കൊണ്ട് വയറും താങ്ങി മുന്നോട്ട് ആഞ്ഞിന്ന് ഛർദ്ദിക്കുന്നവളെ കാണി അവൻ നെഞ്ചി പിടഞ്ഞു. കുറച്ചായി ഈ കുഴപ്പം ഇല്ലാതിരുന്നതാണ്. പാത്തുമോ, എന്താണിത്? ഓടിച്ചെന്ന് ചേർത്ത് പിടിച്ചപ്പോഴേക്കും വാടി തളർന്ന് അവന്റെ നെഞ്ചിൽ പതുങ്ങി പെണ്ണ്. ഒന്നുമില്ല, പേടിക്കലേ, നമുക്ക് ഹോസ്പിറ്റലിൽ പോകാൻ വാ. അവളെയും പൊതിഞ്ഞു പിടിച്ച അൽത്താഫ് പറഞ്ഞു. അവൾക്കൊന്നും മിണ്ടാനുള്ള ശക്തി പോലും ഇല്ലായിരുന്നെങ്കിലും വേണ്ടെന്ന് തലയാട്ടി വീണ്ടും വീണ്ടും തികട്ടി വന്ന് എങ്കിലും ഛർദ്ദിച്ചില്ല. ഇനി വയറിലൊന്നുമില്ല, നീ വാ. ഇനി ഇവിടെ നിൽക്കണ്ട. ദാ ഇപ്പൊ തന്നെ കൈയും കാലും ഒക്കെ തണുത്തു. കൈയും കാലുമൊക്കെ മുഖമൊക്കെ കഴുകിക്കൊണ്ടുവന്ന് കസാരയിലെത്തി നനവോടെ തുടച്ചു മാറ്റി ഫ്ലാസ്കിൽ നിന്നും ഇത്തിരി കട്ടനൊഴിച്ച് കയ്യിൽ കൊടുത്തു. ഇത് കുടിക്ക്. അപ്പോഴേക്കും ഞാൻ അവിടെ ക്ലീൻ ചെയ്തിട്ട് വരാം കേട്ടോ. നിന്നോട് റൂമിൽ ലൈറ്റ് ഇടാതെ എഴുന്നേറ്റ് പോകരുതെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ. അവളെ തലയിൽ പതിയെ തലോടി അൽത്താഫ് പറഞ്ഞു. ലച്ചുവിന്റെ കണ്ണുകൾ നിറഞ്ഞു. അയ്യേ, എന്തിനിപ്പോ സങ്കടം? എന്റെ പാത്തൂന് പേടിയായതുകൊണ്ടല്ലടാ. ആ തുളുമ്പുന്ന കണ്ണുകളിൽ അമർത്തി ഉമ്മ വെച്ചു അവൻ. പിന്നെ വേഗം ബാത്റൂമിലേക്ക് പോയി അവിടൊക്കെ വൃത്തിയാക്കി മേലും കഴുകി വരുമ്പോൾ ലച്ചു അവിടെ തന്നെ ഇരിപ്പുണ്ട്. ആ, കിടന്നില്ലേ പാത്തുമോ? വാ, നമുക്ക് കിടക്കാം. അവളെ പതിയെ പിടിച്ച് എഴുന്നേൽപ്പിച്ചു അവൻ. വല്ല ആവശ്യമുണ്ടായിരുന്നോ? അതൊക്കെ കഴിക്കാൻ ഇപ്പോ ആരാ തളർന്നത്? ശക്തിയില്ലാതെ വിറയ്ക്കുന്ന ആ ദേഹം നെഞ്ചോട് ചേർത്ത് അൽത്താഫ് പറഞ്ഞു. പിന്നെ പതിയെ ബെഡിലേക്ക് ചായച്ച കിടത്തി. അലുസേ, എന്താടാ, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? കിടന്ന് കുറച്ചു കഴിഞ്ഞതും ഉറക്കം വരാതെ ലച്ചു അവനെ വിളിച്ചതും അവൻ എഴുന്നേറ്റിരുന്ന് ചോദിച്ചു. ഇല്ലെന്ന് മൂളി അവൾ.
പിന്നെന്താ, എന്തായാലും പറയേ പാത്തുമ്മോ. അല്ലൂസിന് ടെൻഷൻ ആവുന്നുണ്ട്. അവളുടെ മുഖം പിടിച്ചുയർത്തി അവൻ ഇരു കണ്ണും നിറഞ്ഞൊഴുകുന്നുണ്ട്. പാത്തുമ്മോ എന്താടി? അവളെ നെഞ്ചിൽ ചേർത്തവൻ ചോദിച്ചു. ആ നെഞ്ചിലെ മിടി പറഞ്ഞ പോലെ അവൾ ആ നെഞ്ചിൽ ഉമ്മ വെച്ചു. പിന്നെ മാറിയിരുന്ന് കൈകൊണ്ടും കണ്ണു നീര് പറ്റിയ കവളും തുടയ്ക്കുന്നുണ്ട്. എനിക്ക് വിശക്കുന്നു വീതിമ്പിക്കൊണ്ട് പറയാവൻ ചിരിച്ചു പോയി. ബാ, ബിസ്ക്കറ്റ് തരാം. വേണ്ട. പിന്നെ ബ്രെഡും ബട്ടറും തട്ടെ, അതോ ആപ്പിൾ മതിയോ? അൽത്താഫ് അവളെ ചുണ്ടിൽ മുത്തിക്കൊണ്ട് ചോദിച്ചു. എനിക്കതൊന്നും വേണ്ട. പിന്നെന്താ എന്റെ പാത്തുവിന് വേണ്ടത്? ദയനീയമായി അവളെ നോക്കി അവൻ ചോദിച്ചു. എനിക്ക് നെയ് റോസ്റ്റ് വേണം, പിന്നെ ചമ്മന്തിപ്പൊടിയും കോഫിയും വേണം. വാശിയോട് കൂടി നീങ്ങിയിരുന്ന് പറയുന്നവളെ കണേ അവൻ റഷ്യ നന്നായി എന്ന് സ്മരിച്ചു. ഇന്ന് കണ്ടപ്പോൾ പറഞ്ഞത് സുർമി രാത്രി 2 മണിക്ക് ഹൽവ വേണമെന്നും പറഞ്ഞ് ഓടിച്ചതാണ്. ഇനി നിനക്കാണ് എന്നും പറഞ്ഞിട്ടാണ് വിട്ടത്. ഇവിടെ ഒരുത്തി ഇതുവരെ ഇല്ലാതെ ഇന്നിപ്പോ പാതിരിക്ക് എഴുന്നേറ്റിരിക്കുന്നു. വാ, ഞാൻ ഉണ്ടാക്കി തരാം. ഒരു ദീർഘനിശ്വാസത്തോടെ അൽത്താഫ് ലച്ചുവിനെയും കുട്ടി കിച്ചണിലേക്ക് വന്നു. അലൂസിന്റെ പാത്തൊരു ദോശ തന്നെ വേണോടാ. ബ്രെഡ് വേണ്ട, നെയ് റോസ്റ്റ് തന്നെ വേണം. പിന്നെ ഇന്ന് ഉമ്മ ഉണ്ടാക്കിയ ഇടിച്ചമ്മന്തി പൊടിയും കോഫിയും. പറഞ്ഞിട്ട് ചുണ്ടും കുറിപ്പിച്ച് കണ്ണും നിറച്ച് നിൽപ്പുണ്ടാള്. കണ്ടല്ലൊരു ഉരുണ്ട ബൊമ്മ കുട്ടിയെ പോലെ. ഇപ്പോ ഇത്തിരി തടിയൊക്കെ വെച്ചിട്ടുണ്ട്. കൂടെ ഉരുണ്ട വയറും കൂടെ ആയപ്പോൾ ഒന്ന് കടിച്ചു തിന്നാൻ തോന്നുന്നുണ്ട്. പക്ഷേ അവസ്ഥ മോശമായി ഡോക്ടർക്ക് പറഞ്ഞതാണ്. പക്ഷേ എനിക്കാണ് ഭയം. ഇനിയിപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് കഴിഞ്ഞാൽ വാവ ഇങ്ങി പോരും. പിന്നെ എന്റെ പാത്തൊരു നന്നായിട്ടൊന്ന് ബാക്കി മനസ്സിലോർത്ത് ചിരിച്ചവനെ നോക്കിയെന്ന് വെച്ചു. അവനെ നോക്കി പേടിപ്പിച്ചു. വേണം ഒന്നുമില്ല എന്റെ പാത്തുമോ, ഞാനേ എന്തൊക്കെയോ ഓർത്തു പോയി. അവളെ പൊക്കിയെടുത്ത് അവിടെ ഉണ്ടായിരുന്ന സ്റ്റൂളിൽ ഇരുത്തിട്ട് ഫ്രിഡ്ജിൽ തുറന്ന് ദോശമാവ് എടുത്തു പുറത്ത് വെച്ചു. പിന്നെ നെയ്യും ചമ്മന്തിപ്പൊടിയും കബോർഡിൽ നിന്നും എടുത്തു വെച്ചു. സ്റ്റവ് കത്തിച്ച് പാൻ എടുത്ത് വെച്ച് അപ്പുറത്ത് കോഫി ഉണ്ടാക്കാൻ വെള്ളവും വെച്ചു. പിന്നെ മാവ് ഒന്നുകൂടെ കറക്കി ഉപ്പുണ്ടോ എന്ന് നോക്കി. പിന്നെ പാനിലേക്ക് മാവ് ഒഴിച്ച് പതിയെ കറക്റ്റായിട്ട് കട്ടി കുറച്ച് പരത്തി. പിന്നെ അതൊന്ന് മുരിഞ്ഞു തുടങ്ങിയതും നെയ്യ് തൂവി. നെയ്യ് കുറേ വേണമല്ലോ സേ. കൊതിയോടെ പെണ്ണ് പറയുന്ന കേൾക്കെ വല്ലാത്ത ഇഷ്ടം തോന്നിപ്പോയി അവളോട്. തന്റെ ജീവനാണ് ആ ഇരുന്ന് കൊഞ്ചുന്നത് എന്ന് ഉള്ളിൻ്റെ ഉള്ളിൽ കയറി പറ്റി പിടിച്ചു പോയി. നെയ്യ് നന്നായി തൂക്കി ഫ്ലെയിം കുറച്ച് വെച്ച് അവൻ കോഫി തയ്യാറാക്കി എടുത്തപ്പോൾ ദോശ നന്നായി മുരിഞ്ഞ് പാകായി. ഓ, എനിക്ക് അതിന് സ്മെൽ വന്നിട്ട് സഹിക്കാൻ വയ്യാലോ സെ, വേഗം തായോ. പെണ്ണ് കൊതിയോടെ പറയുക. അവന്റെ ചുണ്ടിൽ ചിരി വീഴും. വേഗം പ്ലേറ്റ് എടുത്ത് ദോശ എടുത്ത് വെച്ച് ഒരു ദോശയ്ക്ക് കൂടെ മാവ് ഒഴിച്ചിട്ട് കോഫിയും ദോശയുമായി അവൾക്കടുത്തേക്ക് നീങ്ങി നിന്ന് ചമ്മന്തിപ്പൊടി കൂടെ ഒരു സൈഡിൽ വെച്ച് കൊടുത്തു. കഴിക്ക്, ചൂടുണ്ട്, പതിയെ കഴിക്ക് പറഞ്ഞിട്ട് അവന്റെ അടുത്ത ദോശയിൽ നെയ്യ് തൂക്കി. അല്ലുസേ വായോ. അവനെ അടുത്തേക്ക് വിളിച്ച് ആ ദോശ പിച്ച് ചമ്മന്തിപ്പൊടിയും ചേർത്ത് അവന്റെ വായിൽ വെച്ച് കൊടുത്തു. കൊള്ളില്ലേ, നല്ല ടേസ്റ്റ് ഉണ്ടല്ലേ. കൊതിയോടെ അവൾ കഴിക്കുകയും വാത്സല്യത്തോടെ അവന്റെ വായിൽ വെച്ച് കൊടുക്കുകയും ചെയ്തു. അവൾ മതി അല്ലുസേ, വയറ് നിറഞ്ഞു. അതിനാകെ 2 അല്ലട ഉണ്ടാക്കിയിടൂ. അത് ഞാനും കൂടെ അല്ലേ കഴിച്ചത്? അൽത്താഫ് അവളെ നോക്കി ചോദിച്ചു. മതി, ഇനി വേണ്ട, എനിക്ക് ഉറക്കം വരുന്നോ. ഇത്തിരി നേരം കൂടെ ഇരുന്നോ? അലുസ് ഇതൊക്കെ എടുത്ത് വെക്കട്ടെ. മാവും നെയ്യും ചമ്മന്തിപ്പൊടിയും ഒക്കെ എടുത്ത് ഒതുക്കി വെച്ച് പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് അവൻ വന്നപ്പോൾ സ്ലാബ് തുടച്ച് വൃത്തിയാക്കി ലച്ചു. പോകാവോ പാത്തുമോ? അവളെ കോരി എടുത്തുകൊണ്ട് റൂമിലേക്ക് പോയി പതിയെ ബെഡിലേക്ക് കിടത്തി. ആ നെറ്റിയിൽ ചുണ്ടമർത്തി മുത്തി അൽത്താഫ്. ബാപ്പയുടെ കുഞ്ഞാമിക്ക് വിശപ്പ് മാറിയടാ. ലച്ചുവിന്റെ ബനിയൻ ഉയർത്തി വെച്ച് ആ വീർത്ത വര വീണ നഗ്നമായ വയറിൽ ഉമ്മ വെച്ചു അൽത്താഫ്. കുഞ്ഞിനും തനിക്ക് മാത്രം കിടക്കാൻ പാകത്തിന് ചോദിക്കേ ആ വയറിന്റെ പല ഭാഗത്തായി മുഴിച്ചു വന്ന് അവിടേക്ക് അവൻ കൊതിയോടെ മുത്തി. ബാപ്പിയുടെ കുഞ്ഞാമി അമ്മയെ വേദനിപ്പിക്കാതെ ഇങ്ങ് പോണം കേട്ടോടാ. പാവാണ് എന്റെ പാത്തുമ. ആ വയറിൽ വീണ്ടും വീണ്ടും ഉമ്മ വയ്ക്കേ അവന് കണ്ണുകൾ നിറഞ്ഞതും തന്റെ ജീവനും ജീവന്റെ ജീവനുമാണ്. ഒരു പോറൽ പോലും ഏൽക്കാതെ ഇങ്ങ് പോരണം. നിങ്ങൾക്ക് നന്ദാൽ അതിനേറെ ബാപ്പിക്ക് നോവും. ആ വയറിൽ അവന്റെ കണ്ണുനീര് ഊറി വീണു. മയക്കത്തിനിടയിൽ അതറിഞ്ഞ പോലെ ലച്ചുവിന്റെ മുഖം ചൊളിഞ്ഞു. അലൂസേ എന്നൊരു വിളി ചുണ്ടിൽ നിന്ന് മുതിർന്നു. അവൻ മുഖം അമർത്തി തുടച്ച് മുകളിലേക്ക് ഉയർന്നു വന്ന ആ മുഖത്തും മൃദുവായി ചുണ്ട് ചേർത്ത് അതിയായി പ്രണയത്തോടെ അവളെ നെഞ്ചോട് ചേർത്ത് കിടത്തുമ്പോൾ അവന്റെ കൈകൾ അവളെയും ഒപ്പം ആ കുരുന്ന ജീവനെയും സുരക്ഷിതമായി പൊതിഞ്ഞു പിടിച്ചിരുന്നു. രാവിലെ തന്നെ ഇവിടെ പോകാനാവോ ഒരുങ്ങുന്നത്? എവിടെ പോകാൻ തയ്യാറാവുന്ന നസീമയെ കണ്ട് അക്ബർ ചോദിച്ചു. രണ്ടാളും തമ്മിൽ വലിയ സംസാരമോ ഒരുമിച്ചുള്ള യാത്രകളോ ഒന്നും തന്നെയില്ല. ഇന്നിപ്പോ കണ്ടതുകൊണ്ട് ചോദിച്ചതാണ്. അത്രയധികം ദേഷ്യം കൊണ്ട് അവരോട് അയാൾക്ക് ഇതുവരെ നസീമ ലച്ചിനെ കുറിച്ചോ കുഞ്ഞിനെ കുറിച്ചോ ഒന്നും ചോദിക്കാത്തതിൽ. എത്രയൊക്കെ പറഞ്ഞാലും സ്വന്തം മകന് ചോരയല്ലേ ആ പെൺകുട്ടിയുടെ ഉള്ളിൽ, അതുപോലും ഓർക്കുന്നില്ലല്ലോ. ഞാൻ എവിടെ പോയി നിങ്ങൾക്കെന്താ? ഞാൻ എന്നൊരാൾ ഇവിടെ ഇല്ലാത്തതുപോലെയല്ലേ ഇതുവരെ നിങ്ങൾ പെരുമാറിയത്? ഇനിയും അത് മതി. മുഖത്തടിച്ച് പറഞ്ഞിട്ട് അവർ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. എവിടെയാവും പോയതെന്നൊരു ചിന്തയുടെ അക്ബറും ഷോപ്പിലേക്ക് ഇറങ്ങി. നസീമിനെ എങ്ങനെ ശരിയായ വഴിയെ കൊണ്ടുവരാമെന്ന് ആലോചിച്ചാണ് അക്ബർ മുന്നോട്ട് കാർ ഓടിച്ചത്. ഒരു പരിധിവരെ അവൾ എങ്ങനെയാകാൻ കാരണം താൻ തന്നെയാണ്. എല്ലാ സ്വാതന്ത്ര്യവും കൊടുത്ത് ഒരു കുഞ്ഞിനെ പോലെ കൊണ്ടു നടന്ന തന്നെ പറഞ്ഞാൽ മതിയല്ലോ. വേദനയുടെ ഓർത്തുകൊണ്ട് തന്നെ അയാൾ ഷോപ്പിന് മുന്നിൽ കാർ നിർത്തി.